നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 17, 2025 ബുധൻ. ഇന്ന് പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ഗ്ലോബൽ ഇവന്റ്സുകൾ ഉണ്ട്. അതുകൂടാതെ ഇന്നലെ യുഎസിൽ നിന്നും റീറ്റെയിൽ സെയിൽസ് ഡാറ്റ, യുകെയിൽ നിന്നും ജൂലൈ മാസത്തെ അൺഎംപ്ലോയ്മെന്റ്, കാനഡയിൽ നിന്നും ഓഗസ്റ്റ് മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റുകൾ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. അവയെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. യുഎസ് ഇന്ത്യ ട്രേഡ് ടോക്കിൽ ഉയർന്ന പ്രതീക്ഷയും മാത്രമല്ല യുഎസിലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷയും തുടർച്ചയായി 8 ട്രേഡിംഗ് സെക്ഷന് ശേഷം തിങ്കളാഴ്ച നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്ന ഇന്ത്യൻ മാർക്കറ്റിന് ഇന്നലത്തോടുകൂടി നേട്ടം തിരിച്ചുപിടിക്കുവാൻ സാധിക്കുകയുണ്ടായി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ പതിവിന് വിപരീതമായി ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 308.32 കോടി രൂപയ്ക്ക് ബൈയിങ് നടത്തുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1518.73 കോടി രൂപയ്ക്കും ബൈയിങ് തുടരുകയുണ്ടായി. ഇന്നത്തെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്ന് നിഫ്റ്റിക്ക് 25,250 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നുകൊണ്ട് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 25,400, 25,550 എന്നീ ലെവലുകളിലേക്ക് ഉള്ള പ്രയാണം തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അതേസമയം നിഫ്റ്റിയിൽ ഇന്നൊരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,150 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. തുടർന്ന് 25,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് മാറിയേക്കാം. ഈ ലെവലും നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,850 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. മാത്രമല്ല ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, എക്സ്പേർട്ടുകളുടെ അനലിസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിനു വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. ഇന്നലത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 11:30 യു കെയിൽ നിന്നും ജൂലൈ മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ 4.7% അൺഎംപ്ലോയ്മെന്റ് റേറ്റ് റിലീസ് ചെയ്യപ്പെടുകയുണ്ടായത്. വൈകുന്നേരം 6 കാനഡയിൽ നിന്നും ഓഗസ്റ്റ് മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റുകൾ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നത് 2% ജൂലൈ മാസത്തെ 1.7% നിന്നും മാർക്കറ്റ് എക്സ്പെക്ടേഷനേക്കാളും കുറഞ്ഞ രീതിയിലാണ് ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായത്. അതുകൂടാതെ വൈകുന്നേരം 6 ഇന്നലെ യുഎസിൽ നിന്നും ഓഗസ്റ്റ് മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. മാർക്കറ്റ് ഫോർകാസ്റ്റിനെ മറികടന്നുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഡാറ്റയാണ് റിലീസ് ചെയ്യപ്പെട്ടത്. മാർക്കറ്റ് ഫോർകാസ്റ്റ് ചെയ്തിരുന്നത് 0.2% ജൂലൈ മാസത്തെ പോലെ തന്നെ 0.6% ഓഗസ്റ്റിലും റീറ്റെയിൽ സെയിൽസ് ഡാറ്റ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇന്ന് പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ഗ്ലോബൽ ഇവന്റുകളുണ്ട്. രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ 5:20 ജപ്പാനിൽ നിന്നും ഓഗസ്റ്റ് മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് റിലീസ് ചെയ്യുന്നുണ്ട്. രാവിലെ 11:30 യു കെയിൽ നിന്നും ഓഗസ്റ്റ് മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം 6 യുഎസിൽ നിന്നും ഹൗസ് സ്റ്റാർട്ട്സ് ഡാറ്റ ഓഗസ്റ്റ് മാസത്തെ, ബിൽഡിംഗ് പെർമിറ്റ്സ് ഓഗസ്റ്റ് മാസത്തെ, അതിനുശേഷം വൈകുന്നേരം 7:15 കാനഡയിൽ നിന്നും BOC ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. 11:30 യുഎസിൽ നിന്നും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട്. അതേസമയം തന്നെ FOMC ഇക്കണോമിക് പ്രൊജക്ഷനും റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റായ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ തീരുമാനം വരുന്നതിനാൽ തന്നെ ഇന്നത്തെ ദിവസം വളരെ ക്രൂഷ്യലാണ്. അതുകൊണ്ട് ഓവർനൈറ്റ് പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നവർ 2 പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യുക. ഇന്നലെ ലീഡിംഗ് ആയ എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. കൂട്ടത്തിൽ ആക്സിസ് ബാങ്ക് ADR 1.5% നേട്ടം കൈവരിച്ചുകൊണ്ട് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നതിന് മുന്നോടിയായിട്ട് ഇന്നലെ US മാർക്കറ്റിൽ ചോപ്പി ട്രേഡിംഗ് സെക്ഷൻ ആയിരുന്നു ദൃശ്യമായിരുന്നത്. അതിനെ തുടർന്ന് ഇന്നലെ S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. എങ്കിലും ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റ്സ് 3ഉം ഇന്ന് യുഎസിൽ നിന്നും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനം വരുന്നതിന് മുന്നോടിയായിട്ട് നഷ്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. കൂട്ടത്തിൽ ജർമ്മൻ മാർക്കറ്റിന് 2% നഷ്ടം നേരിടുകയുണ്ടായി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ
മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ, കൊറിയൻ മാർക്കറ്റുകൾ നഷ്ടത്തോടുകൂടി വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡ് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടും ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി നെഗറ്റീവുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിൽ ഉയർച്ച തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. ഇന്നത്തോടുകൂടി വരാൻ പോകുന്ന ആഴ്ചയിൽ നിഫ്റ്റിയുടെ വീക്ക്ലി കോൺട്രാക്ട്സിൽ ഏകദേശം ഓപ്പൺ ഇൻട്രസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. എങ്കിലും നിലവിൽ 1.31 എന്ന ലെവലിലാണ് PCR നിലകൊള്ളുന്നത്. മാക്സ് പെയിൻ 25,200 എന്ന ലെവലിലും. ഇന്നലത്തെ റാലിയോടുകൂടി നിഫ്റ്റിയുടെ പോസിറ്റീവ് ട്രെൻഡിലേക്കുള്ള ഷിഫ്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോവർ ഹൈ ലോവർ ലോ സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ലോങ് ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല നിലവിൽ നിഫ്റ്റി അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. അതിനെ തുടർന്ന് നിഫ്റ്റിയുടെ RSI 63.84 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. വീക്ക്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. 25,200 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേസമയം അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.08 എന്ന നിലയിലും മാക്സ് പെയിൻ 55,000 എന്ന ലെവലിലുമാണ് നിലകൊള്ളുന്നത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റിക്ക് കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിയുടെ EMA മറികടന്നുകൊണ്ട് എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് സ്ട്രോങ് ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. തൽഫലമായി RSIയും 55 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലേക്ക് 57,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 55,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേസമയം 54,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 55,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. മൻഗൽ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് Q1 ഏർണിംഗ്സുകൾ കമ്പനി റിലീസ് ചെയ്യുകയുണ്ടായി. പ്രോഫിറ്റിൽ 31.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 5.4 കോടി രൂപയിൽ നിന്നും 3.7 കോടി രൂപയായി ചുരുങ്ങി. റവന്യൂവിലും 21.6% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതിനെ തുടർന്ന് 114.3 കോടി രൂപയിൽ ഉണ്ടായിരുന്ന റവന്യൂ 89.66 കോടി രൂപയിലേക്ക് ചുരുങ്ങി. ജിന്ദാൽ സ്റ്റീൽ കമ്പനിയുടെ സബ്സിഡറിയായ ജിന്ദാൽ സ്റ്റീൽ ഇന്റർനാഷണൽ ടൈസൺ കുറുപ്പ് സ്റ്റീൽ യൂറോപ്പിനെ അക്വയർ ചെയ്യുവാനായിട്ടുള്ള ഔദ്യോഗിക ചർച്ചയിലേക്ക് കടന്നു എന്നുള്ള വാർത്തകൾ. PNC ഇൻഫ്രാടെക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ജയപ്രകാശ് അസോസിയേറ്റിനെ അക്വിസിഷൻ ചെയ്യുവാനായിട്ടുള്ള അപ്രൂവൽ നൽകി എന്നുള്ള വാർത്തകൾ. JSW പെയിന്റ്സ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എക്സോ നോബിൾ ഇന്ത്യയുടെ 75% വരുന്ന സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്യുവാനായിട്ടുള്ള അപ്രൂവൽ നൽകി എന്നുള്ള വാർത്തകൾ. ഏഞ്ചൽ വൺ കമ്പനിയുടെ അസോസിയേറ്റ് കമ്പനിയായ ഏഞ്ചൽ വൺ ലിവ് വെൽ ലൈഫ് ഇൻഷുറൻസും ലിവ് വെൽ ഹോൾഡിംഗ് കമ്പനിയുമായിട്ട് കൊളാബറേഷനിലൂടെ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു എന്നുള്ള വാർത്തകൾ. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബീഹാർ എഡ്യൂക്കേഷൻ പ്രൊജക്ട് കൗൺസിലിന്റെ ഭാഗത്ത് നിന്നും 105.74 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ലുപിൻ സെപ്റ്റംബർ 8-നും 16-നും ഇടയിൽ FDA കമ്പനിയുടെ നാഗ്പൂരിലെ ഇൻജെക്റ്റബിൾ ഫെസിലിറ്റിയിൽ സംഘടിപ്പിച്ച ഇൻസ്പെക്ഷനിൽ 6 ഒബ്സർവേഷൻ നൽകി എന്നുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.